നമ്മുടെ നാടൻ അവിയലിനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എൻ്റെ മദറിലോ ഉണ്ടാക്കുന്ന അവിയൽ കഴിച്ചു തുടങ്ങിയ പിന്നെയാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു അവിയലാണിത്. ഇതിന് ഒരുപാട് ആരാധകരുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് 2 മുരിങ്ങക്കായാണ്. അമ്മ ഉപയോഗിക്കുന്ന അതേ വെജിറ്റബിൾസാണ് ഞാനും ഇതിൽ ചേർക്കുന്നത്. അമ്മയുടെ അതേ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഏകദേശം 1/2 കിലോ വരുന്ന ഒരു കുമ്പളങ്ങയുടെ കഷ്ണമാണ്. ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പടവലങ്ങ, വലുതാണെങ്കിൽ പകുതി മതിയാവും. കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഏത് വേണമെങ്കിലും ആവാം. പിന്നെ വേണ്ടത് 5-6 അച്ചിങ്ങ, അധികം മൂക്കാത്ത അച്ചിങ്ങ. പിന്നെ വേണ്ടത് ഒരു കായാണ്, നല്ല മൂത്ത ഒരു ഏത്തക്കായ. പിന്നെ മസ്റ്റായിട്ടും വേണ്ടത് ഈ ചേന. ഇതും ഒരു 1/4 കിലോളം കാണും. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിയലിന് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ചേന കട്ട് ചെയ്യുമ്പോൾ വളരെ കനം കുറച്ച് അരിയണം. തീപ്പെട്ടിക്കൊള്ളിയുടെ ഘനമേ ആകാവൂ എന്നാണ് അമ്മ പറയാറ്. ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഏതാണ്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ്. ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി മാങ്ങ കിട്ടിയില്ലെങ്കിൽ അതിന് പകരം തൈര് ഉപയോഗിക്കാം. കായ അരിഞ്ഞപ്പോൾ കറ പിടിക്കാതിരിക്കാനായിട്ട് അല്പം മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. അത് ആ കുക്കിംഗ് ടൈമിൽ മാത്രം മറ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ മഞ്ഞ കളർ നമുക്ക് അവിയലിന് കിട്ടില്ല. ഇതുകൂടി ചേർത്ത് കൊടുത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ഒഴിച്ച് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് എടുക്കും എല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഒട്ടും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആ ആവിയിൽ തന്നെ വേണം ഇത് വേവാനായിട്ട്. ആവിയിൽ വേവുന്നതാണല്ലോ അവിയൽ. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഇത് 1 മുറി തേങ്ങയാണ്. ഇതിലേക്ക് ആദ്യം ജീരകം ചേർക്കാം. 1-1.5 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 5-6 ചുവന്നുള്ളിയാണ്. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അവിയലിൽ ഉള്ളി ചേർക്കില്ല. അത് സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് സ്വാദ്. ആ ചുവന്നുള്ളി ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് പച്ചമുളകാണ്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കുക. ഞാനൊരു 5 മുളക് ഇട്ടിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. ഒട്ടും വെള്ളവും ചേർക്കണ്ട. കണ്ട ഈ ഒരു പാകത്തിന് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും. നോക്കാം. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ വേവ് നോക്കാൻ ഏറ്റവും എളുപ്പം ചേനയുടെ ഒരു കഷ്ണം എടുത്ത് നോക്കുന്നതാണ്. ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടാവും എന്നാണ് കണക്ക്. ഒരു കഷ്ണം ചേന എടുത്ത് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കൂടി നോക്കാം. ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും വെന്തിട്ടുണ്ടാവും. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് അല്പം കൂടി ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്.
ഈ അവിയലിൻ്റെ ആ ഒരു പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ ഈ ഒരു പഞ്ചസാര സഹായിക്കും. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്നും പരീക്ഷിച്ച് നോക്കൂ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് മുകളിൽ ഒഴിക്കാം. അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായിട്ടുണ്ട്. നല്ല മണമാണ്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഊണ് കഴിക്കാൻ നമുക്ക് തോന്നും. അത്രയും സ്വാദിഷ്ടമായ അവിയലാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്തു നോക്കൂ. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ അവിയൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഈ അവിയൽ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അമ്മയുടെ അവിയൽ ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.